ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം യൂദയായിൽ ഈശോ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അത് 7-ാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ 1-ാം വാക്യമാണ്. 10-ാമത്തെ വാക്യം അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിന് ശേഷം അവനും പോയി, പരസ്യമായല്ല രഹസ്യമായി. 25-ാമത്തെ വാക്യമാണ് പിന്നീട് ഉള്ളത് സുവിശേഷത്തിൽ. ജെറൂസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. ഈശോ എന്തിനാണ്? ഈശോ അബദ്ധം കാണിച്ചതാണോ? ഈശോ പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടാണെങ്കിലും ഈശോ പോയി, പക്ഷെ പരസ്യമായി സംസാരിച്ചു എന്നാണ് വചനം പറയുന്നത്. രഹസ്യമായി പോയി, പക്ഷെ പരസ്യമായി സംസാരിച്ചു. എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോടൊന്നും പറയുന്നില്ല. ഇവിടെ 3 കൂട്ടം മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 25-ാമത്തെ വാക്യത്തിൽ, ജെറൂസലേം നിവാസികളിൽ ചിലർ ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നവർ, അവർ ഒരുപക്ഷെ നിസ്സംഗരായി നിൽക്കുന്നവരായി നമുക്ക് പരിഗണിക്കാം. കാര്യങ്ങളൊക്കെ അവർക്കറിയാം, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവർ പക്ഷെ ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി അവസാനത്തെ വാക്യം, 31-ാമത്തെ വാക്യം, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യം, യോഹന്നാൻ 7:31, ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ കുറച്ച് പേർ അനുകൂലിക്കുന്നവരാണ്, ഈശോയുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആളുകൾ അവർ ഈശോയെ എതിർക്കുന്നവരാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ 30-ാമത്തെ വാക്യത്തിലാണ്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് മനസ്സിലൊന്ന് കുറിച്ചിടുക. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ന് സംസാരിച്ചവർ, ഈശോയിൽ വിശ്വസിച്ചവർ, ഈശോയെ ബന്ധിക്കാൻ ശ്രമിച്ചവർ. ഈ അനുകൂലിക്കുന്നവർക്കും നിസ്സംഗർക്കും അവർക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല യേശുവിന് വേണ്ടി. എതിർക്കുന്നവർക്കാണ് ശക്തി കൂടുതൽ. നമ്മളിപ്പോൾ ഒരു പള്ളിയുടെ കാര്യം എടുത്താലും, പള്ളിയിൽ ചിലപ്പോൾ ഒരു പള്ളി സംവിധാനങ്ങളെയോ വികാരി അച്ഛനെയോ എതിർക്കുന്നവർക്ക് ശക്തി കൂടുതലായിരിക്കും. അനുകൂലിക്കുന്ന കുറച്ച് പേരുണ്ട്, അച്ഛൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടാകും. പള്ളി സംവിധാനങ്ങളോട് കീഴ്വഴങ്ങി നല്ല എളിമപ്പെട്ട് പോകുന്നവരുണ്ടാകാം. അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം അവർക്കതിനുള്ള ശക്തി ഉണ്ടാകുകയില്ല, വാക്ചാതുര്യം ഉണ്ടാകുകയില്ല. എതിർക്കുന്നവരോട് എതിർത്ത് നിൽക്കാനുള്ള കഴിവുണ്ടാകണമെന്നില്ല. ഇനി ഇതെല്ലാം കണ്ടിട്ട് 2 കൂട്ടത്തിലും പെടാത്തവരുണ്ട്. അച്ഛനെയും അനുകൂലിക്കല, മറ്റവരെ അനുകൂലിക്കല. അവരങ്ങനെ നിൽക്കും, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ചെയ്യല, അവർ സേഫ്റ്റി നോക്കുന്നവരാണ്. അപ്പോൾ ഈശോ എന്തിനാണ് പരസ്യമായി ഇറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിചാരിക്കുകയാണ് ഈ റിയാക്ഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അവസാനം ജനക്കൂട്ടത്തിൽ കുറേ പേർ അവൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ 1-ാം വായനയിലും എതിർക്കുന്നവരെ എന്തിനാണ് എതിർക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്, നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:12, പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമായതുകൊണ്ട്. ഇനി അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ ഒരു കാരണം പറയും, നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നത് കൊണ്ട്, അങ്ങനെ ശരിയല്ല നീ ചെയ്യണത്, ശരിയല്ല എന്ന് പറയണത് കൊണ്ടാണ് എതിർക്കുന്നത്. ഇനി തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, ഈശോ പറയുന്നത് അവർ ദൈവദൂഷണം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശോയെ എതിർക്കുന്നുണ്ട്. ഇനി അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അതുകൊണ്ട് അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. കണ്ണെടുത്ത കണ്ടൂടെ ഇല്ല. ഈ ഹെറോദിയായ്ക്ക് സ്നാപയോഹന്നാനെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. കാരണം ഹെറോദേസ് രാജാവ്
വെപ്പാട്ടിയായിട്ട് വെച്ചുകൊണ്ടിരുന്നയാളാണ്. അപ്പോൾ അതിലവരൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനെ എതിർക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഈശോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാണ്? സഭയിൽ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? കുർബാനയിൽ ഈശോ വന്ന് ഇറങ്ങുന്നത് എന്തിനാണ്? കുംഭസാരത്തിൽ ഈശോ കാരുണ്യമായിട്ട് വരുന്നത് എന്തിനാണ്? ഈശോ ഇറങ്ങി നടക്കുന്നത് എന്തിനാണ്? നമ്മൾ അനുകൂലിക്കുന്നവരുടെ കൂടെയാണോ, എതിർക്കുന്നവരുടെ കൂടെയാണോ, നിസ്സംഗരുടെ കൂടെയാണോ? ഇത് നമ്മൾ ഈ തപസ് കാലത്ത് ഒന്ന് ധ്യാനിക്കുന്നില്ല. ഇന്നത്തെ ഒന്നാം വായനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം, 21ഉം 22ഉം ഒന്നാം വായനയുടെ അവസാന ഭാഗമാണ്. അവർ ഇങ്ങനെ ചിന്തിച്ചു, അവരിങ്ങനെ എതിർത്ത് നടക്കുകയാണ്. നമ്മൾ പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നത് അവരിങ്ങനെ ചിന്തിച്ചു. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന കുഞ്ഞ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവന് നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നാൽ പഠിക്കാതെ ഉഴപ്പി നടന്നിട്ട് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ എന്ന് ചിലപ്പോൾ അവൻ വീണ്ടും വിചാരമുണ്ടാകും, ഞാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി. ഇല്ല, ഒരമ്മയെ ആശുപത്രിയിൽ നേരാവണ്ണം നോക്കാതിരുന്നൊരു മകള് പിന്നെ വെങ്ങിപ്പൊട്ടി അമ്മ മരിച്ചു കഴിയുമ്പോൾ കരഞ്ഞു പറയും, അച്ഛാ ഞാൻ അമ്മയെ നോക്കിയില്ലച്ഛാ. ഇല്ലേ? ഇത് ദൈവം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അവസരങ്ങൾ തരുന്നത് നമുക്ക് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ തുടർന്ന് 22-ാമത്തെ വാക്യം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 22, അവർക്ക് തെറ്റുപറ്റി ദുഷ്ടത അവരെ അന്ധരാക്കി. നമ്മൾ ഇതൊന്നും അറിയല. ഈശോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, കുർബാനിൽ ഈശോ വന്നിറങ്ങുന്നത്, കുംഭസാരക്കൂട്ടിൽ ഈശോ കാരുണ്യമായി വരുന്നത്, കാറ്റഗിസം, നമ്മുടെ ശീലങ്ങൾ, കുടുംബ പ്രാർത്ഥന കൂടാതെ നടക്കുന്നത്, പങ്കുചേരാതെ നടക്കുന്നത്, ഇത് നമുക്ക് പിന്നീട് മനസ്സിലാവും. ആ സമയം നമ്മൾ അന്ധരെ പോലെ ആയിരിക്കും, ഒന്നും അറിയല. ഇതിൻ്റെ കാരണം പറയുന്നത് ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തിനാണ് ഈശോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുർബാനയിൽ ഇറങ്ങി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രതിഫലം തരാനാണ്. കുംഭസാരത്തിൽ ഈശോ കാരുണ്യമായി ഇറങ്ങി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്ക് പ്രതിഫലം തരാനാണ്. അപ്പോൾ കുംഭസാരിക്കാതെയും ഞായറാഴ്ച ആചരിക്കാതെയും നടക്കുന്നവർക്ക് തെറ്റുപറ്റി. അവർ ആ ഒരു സമയത്തെ ചില ചിന്തകൾ കൊണ്ട് അവരെ തന്നെ അന്ധരാക്കി കളഞ്ഞു. ഇത് നമുക്ക് പിന്നീട് മനസ്സിലാകും, എല്ലാം പാഴായിപ്പോയി. ഈ തീർത്ഥാടനത്തിന് വന്നിട്ട് ഇവിടുത്തെ പ്രാർത്ഥനാ സങ്കേതങ്ങൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ വേണ്ട വിധം വിനിയോഗിക്കാതെ അവർക്ക് വീണ്ടും വിചാരമുണ്ടാകും. കാരണം ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തെ ഒരു പടി കൂടി ഉയർത്താൻ പറ്റാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിതപിക്കേണ്ടി വരും. ഈ തീർത്ഥാടനത്തിനൊരു പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെ ബൈബിളിലെ ചില സംഭവങ്ങളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും എന്ന് തോന്നുകയാണ്. പത്രോസിനെ ഒരു നോട്ടം നോക്കി ഈശോ ഇന്ന് ഇറങ്ങി നടന്നില്ലേ? ഈശോ ഇറങ്ങി നടന്നത് എന്തിനാ? പത്രോസിനെ നോക്കിയത് എന്തിനാ? ഉള്ളു നൊന്ത് കരയാൻ വേണ്ടിയിട്ടാണ്. പത്രോസ് കരഞ്ഞില്ലായിരുന്നെങ്കിലോ? നീ ചെയ്യാനിരിക്കുന്നത് ചെയ്യുക എന്ന് യൂദാസിനോട് പറഞ്ഞത് എന്തിനാ? അവനൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. പക്ഷേ അവൻ ചുംബിച്ചു. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന ധൂർത്തപുത്രനിലെ കഥയിൽ മൂത്ത മകനോട് പറയുമ്പോൾ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നതിൻ്റെ അർത്ഥം, മകനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. സഭയിൽ, കുർബാനയിൽ, കുംഭസാരത്തിൽ, പ്രിയ ദൈവ പൈതലെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി നടന്നല്ലോ. നീ എന്തേ എന്നെ നോക്കാതിരുന്നത്? നീ എന്തേ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്? നീ എന്തേ നിസ്സംഗനെ പോലെ നിന്നത്? നിന്റെ ഉള്ളിൽ നീ എന്നെ എതിർത്തു. ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു, കുംഭസാരം വേണ്ടെന്ന് വെച്ചു. നീ കുർബാന ഭക്തിയോടെ പങ്കുചേർന്നില്ല. കുർബാന ഒരുക്കത്തിന് പോലും നീ മൊബൈലും നോക്കിയിരുന്നു.
നീ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു? കുറച്ചു നേരം സ്വസ്ഥമായിരിക്കാൻ നിനക്ക് ഞാൻ തന്ന അവസരമല്ലേ ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ? നീ വേണ്ടെന്ന് വെച്ചു? ദേവാലയത്തിൽ പോകുന്നതിനും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതിനും കുമ്പസാരിക്കുന്നതിനും ഞായറാഴ്ച ആചരണത്തിനും ഒരുങ്ങി കുർബാന സ്വീകരിക്കുന്നതിനും പ്രതിഫലമുണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, പ്രതിഫലമുണ്ട്. വിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതീക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. നിന്നെ കുമ്പസാരിപ്പിച്ചിട്ടും കുർബാന സ്വീകരിപ്പിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരാനായിരുന്നു പ്രിയ കുഞ്ഞെ. നിന്നെ സഭയോട് ചേർത്ത് പിടിച്ചത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുഞ്ഞ്. നിനക്ക് മാമോദീസ തന്നതും കൂദാശകളിലൂടെ നിന്നെ പരിപോഷിപ്പിച്ചതും. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു സഹോദരനെ കല്യാണം കഴിച്ച ഒരു ക്രൈസ്തവ മകള്, അവള് എനിക്ക് കുമ്പസാരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി വന്നു. കുമ്പസാരിക്കാൻ സാധിക്കില്ല. കുമ്പസാരിച്ചാൽ അത് ഫലമാകില്ല. കാരണം രജിസ്റ്റർ മാരേജ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനുമുള്ള ആ ഒരു അവസരത്തിന് അവൾ എന്നേക്കുമായിട്ട് അത് തടസ്സം വച്ചിരിക്കുക. ആ തടസ്സം മാറണമെങ്കിൽ കത്തോലിക്ക വിവാഹം നടക്കണം. അപ്പോൾ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഈശോയെ വേണ്ടെന്ന് വെച്ചത്, കുമ്പസാരം എനിക്കിനി സാധിക്കില്ല എന്നവൾ ചിന്തിക്കാതിരുന്നത്, എനിക്കിനി സഭയോട് ചേർന്ന് ജീവിക്കാൻ പറ്റുകയില്ല എന്നവൾ വിചാരിക്കാതിരുന്നത്, അവൾക്ക് തെറ്റുപറ്റി. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവൾ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിനൊരു പ്രതിഫലമുണ്ട് എന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. പ്രിയ ദൈവവൈതലേ, നമ്മൾ ഇതൊന്ന് ധ്യാനിക്കുക. വളരെ ഘോരമാണ് ഈ വചനം, നമ്മുടെ ഉള്ളിൽ തറഞ്ഞു കൊള്ളണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:22, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:22. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സക്കവൂസ് ഒരു മരത്തിൽ കയറിയിരുന്നു. സക്കവൂസിൻ്റെ മരത്തിലേക്ക് ഈശോ നോക്കി. ഈശോ എന്തിനാണ് നോക്കിയത്? സക്കവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു പ്രതിഫലമുണ്ടെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഞാൻ ഓടിക്കേറി മരത്തിൽ കയറി ഇരിക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ടെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞതിന് മറിയം ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചു. നിനക്ക് വിവാഹ ജീവിതത്തിൽ നിനക്ക് സന്നദ്ധനാണോ എന്ന് ചോദിച്ചപ്പോൾ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ പ്രിയ ദൈവപൈതലേ, നീ വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിക്കുക. നിന്റെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന് ഒരു പ്രതിഫലമുണ്ട് പ്രിയ കുഞ്ഞേ. നിന്റെ തീർത്ഥാടനത്തിന് പ്രതിഫലമുണ്ട് കുഞ്ഞേ. ഈ തപസ് കാലത്തും നല്ലപോലെ ആചരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട് കുഞ്ഞേ. ഈസ്റ്ററിൻ്റെ പെസഹ വേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ കുർബാനകൾ അത് പെസഹ ത്രിദിനമാണ്. വികാരിയച്ഛനോട് ചേർന്ന് ആ ശുശ്രൂഷകളിൽ, ഈശോയുടെ പീഡാനുഭവ അനുസ്മരണ ശുശ്രൂഷകളിൽ മുടക്കം കൂടാതെ, പെസഹ ത്രിദിനം ഒറ്റ ശുശ്രൂഷയാണ്, 3 ദിവസം പെസഹ ത്രിദിനം, അതിലും മുടക്കം കൂടാതെ പങ്കുചേർന്നാൽ പ്രതിഫലമുണ്ട് കുഞ്ഞേ. നമ്മൾ പലപ്പോഴും പല തീർത്ഥാടനങ്ങളിലും മല കയറാനും ഒക്കെ പോയിട്ട് ഇടവകപ്പള്ളിയിലെ ശുശ്രൂഷകൾ വർഷത്തിലൊരിക്കൽ മാത്രം വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് നമ്മൾ മുടക്കം വരുത്തുന്നത് എന്തുകൊണ്ടാണ്? വളരെ നിസ്സാരമായി വർഷത്തിലൊരിക്കലുള്ള ഈശോയുടെ പീഡാനുഭവ അനുസ്മരണ ശുശ്രൂഷകളിൽ മുടക്കം കൂടാതെ കുമ്പസാരിച്ചൊരുങ്ങി പങ്കുചേരുന്നതിന് പ്രിയ ദൈവ പൈതലെ പ്രതിഫലമുണ്ട്. നീ ചോദിക്ക്, നിനക്ക് ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് നീ ചോദിക്ക്, നിനക്ക് കിട്ടും. നീ ഇനിയുള്ള ദിവസം, ഇന്ന് 4-ാം തീയതി, 20-ാം തീയതി ഈസ്റ്റർ, നീ ചോദിക്ക്, നീ ഒരുങ്ങി ചോദിക്ക്, നിനക്ക് പ്രതിഫലം ദൈവം തരും. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ നിനക്കിപ്പോൾ അറിയാൻ പറ്റുകയില്ല പ്രിയ കുഞ്ഞ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ആ നിഗൂഢ ലക്ഷ്യങ്ങൾ നിനക്ക് സമയമാകുമ്പോൾ വെളിപ്പെടുത്തി തരും. നീ പ്രതീക്ഷിക്ക, വിശുദ്ധിയുടെ പ്രതിഫലം നീ പ്രതീക്ഷിക്ക. ദൈവം നിന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ. 2025 ഈസ്റ്റർ അനുഗ്രഹമാകട്ടെ. നിന്റെ കത്തോലിക്ക വിശ്വാസ ജീവിതം അന്യമതസ്ഥർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നീ യേശുവിനെ അറിഞ്ഞുവെന്ന വിശ്വാസത്തിന് ആ പ്രവർത്തിക്ക. പ്രതിഫലമുണ്ട് കുഞ്ഞ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം ശക്തമായി നമുക്ക് അനുഭവവേദ്യമാകട്ടെ. ആമേൻ.